ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ശിവരാത്രി ശിവരാത്രി ഫെബ്രുവരി 15 2026 ആണ്. അപ്പം ശിവരാത്രി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. അതിന് നിങ്ങൾക്ക് ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം കിട്ടാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഇന്ന് മുതൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം മുതൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. പിന്നെ ശിവരാത്രിയെക്കുറിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഇത് ആരും പറഞ്ഞു തരാത്ത ഒരു അത്ഭുത ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന ഒരു മന്ത്രം പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ വീട്ടിൽ ഇന്നു മുതൽ ശിവരാത്രിയുടെ അന്ന് വരെ, ശിവരാത്രിയുടെ ആ ദിവസവും കൂടെ കൂട്ടി ഞാനീ പറയുന്ന രീതിയിൽ, ഞാനീ പറയുന്ന സമയത്ത് വീട്ടിൽ നിങ്ങളൊന്ന് ജപിച്ചു നോക്കുക. പിന്നെ ശിവരാത്രിയുടെ അന്ന് ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യവും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, പഞ്ചാക്ഷര മന്ത്രത്തിന്റെ രഹസ്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്, എന്നാൽ ഇത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. കാരണം ഞാൻ ആ ശിവപരമ്പരയുടെ ഭാഗമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രിയാകുണ്ടലി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ശിവരാജയോഗം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അഗസ്ത്യ പരമ്പരയിൽ നിന്നുള്ള ഞാൻ ആ ശിവപരമ്പരയുടെ ഭാഗമാണ്. ആ നാദാ പരമ്പരയുടെ ശിവപരമ്പരയുടെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. അത് മാത്രമാണ്. കേട്ടു നോക്കുക, ചെയ്തു നോക്കുക. നിങ്ങൾക്ക് പൂർണ്ണമായും ശിവഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും, പൂർണ്ണ അനുഗ്രഹവും ഉണ്ടാകുന്ന ഒരു രഹസ്യ മന്ത്രമാണ്. അത് വീട്ടിൽ ചൊല്ലാം, ക്ഷേത്രത്തിൽ പോയി ചൊല്ലാം. ഇന്നു മുതൽ, ഈ വീഡിയോ കാണുന്ന അന്ന് മുതൽ ശിവരാത്രിയുടെ അന്ന് വരെ, ശിവരാത്രിയും കൂടെ കൂട്ടി ഈ മന്ത്രം വീട്ടിൽ ഞാനീ പറയുന്ന സമയത്ത് ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ജപിക്കുക. അത് കഴിഞ്ഞ് ജപിക്കുക. പക്ഷെ നിങ്ങൾ ഇത്രയും ദിവസം ഒന്ന് ചെയ്യുക. നിങ്ങളിലേക്ക് പ്രത്യേകിച്ച് ശിവരാത്രിയുടെ ആ ഇന്നു മുതൽ ശിവരാത്രിയുടെ അന്ന് വരെ, ശിവരാത്രിയും കൂടെ കൂട്ടി ചെയ്താൽ വിശേഷ ഫലമാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം, കുഴപ്പമില്ല. എങ്കിൽ വിശേഷ ഫലം കിട്ടും. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കണം. ഇനിയും ഈ കാര്യങ്ങൾ ഇനി പിന്നീട് കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വാട്സപ്പ് ഇടുക. ഫ്രീയാകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യാതെ ചെയ്യാതിരിക്കുക. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനിയും വീഡിയോയിലേക്ക് വരികയാണ്. ശിവരാത്രി ശിവന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. ഏതു ദേവന്റെ അല്ലെ ദേവിയുടെ ആയിക്കോട്ടെ, ആ ദേവൻ അല്ലെ ദേവിക്ക് പ്രിയപ്പെട്ട ദിവസം നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലിയാലും പ്രാർത്ഥിച്ചാലും വഴിപാട് ചെയ്താലും പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റമുണ്ടാകും, വിശേഷ ഫലം ലഭിക്കും. അങ്ങനെയുള്ള ശിവന് ഏറ്റവും പ്രിയപ്പെട്ട ശിവരാത്രിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ശിവരാത്രിക്ക് നമുക്ക് വീട്ടിൽ ഇന്നു മുതൽ, നിങ്ങൾ കേൾക്കുന്ന ഈ ദിവസം മുതൽ, ഈ അറിയുന്ന ദിവസം മുതൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന് വൈകിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഫലം. വൈകിട്ട് നിങ്ങൾ ഈ ഒരു അത്ഭുത മന്ത്രം ജപിച്ചിട്ട്, ആ മന്ത്രം ഞാൻ പറഞ്ഞു തരാം. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടുന്നുണ്ട്. ക്ലീം ശിവായ നമ. ഓം ചേർക്കണ്ട. ക്ലീം ശിവായ നമ. ഈ മന്ത്രത്തിന്റെ രഹസ്യം കൂടെ പറയാം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണേ, എന്നിട്ട് ചെയ്യാവൂ. എന്നാലും അതുകൊണ്ട് ഫലം ഉണ്ടാകത്തുള്ളൂ. അപ്പം ക്ലീം ശിവായ നമ ഈ മന്ത്രം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടുന്നുണ്ട്. അതുകൂടെ നോക്കിയിട്ട് ജപിക്കുക. ഇന്നു മുതൽ നിങ്ങൾ വൈകുന്ന പാട് നിങ്ങളുടെ വീട്ടിൽ നെയ്യ് ഒഴിച്ച് വിളക്ക് തെളിയിച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് ഈ മന്ത്രം ഭക്തിയോട്, ഭഗവാനെ എന്നുള്ള നിഷ്കളങ്കമായ ഭക്തിയോട് നിങ്ങൾ ജപിക്കുക. വാഗുകൊണ്ട് ജപിക്കുക. ഇത് നിങ്ങൾക്ക് എത്ര സമയം വേണേലും 2-3 തവണ ജപിച്ചാൽ പോലും ഫലം ലഭിക്കും. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലും പ്രിയമായിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കാം. വിളക്കിന്റെ മുന്നിൽ നിന്ന് നെയ്യ് വിളക്ക്, അതായത് നമ്മൾ നിലവിളക്ക് തെളിക്കുന്ന നെയ്യ് ഒഴിച്ച് തെളിയിക്കുക. വൈകുന്ന പാട് ശിവരാത്രി വരെ ചെയ്യുക. അങ്ങനെ ശിവരാത്രി അന്നൂടെ ചെയ്യാം. വൈകുന്ന പാട് നെയ്വിളക്ക് തെളിയിച്ച്, അതായത് നമ്മൾ നിലവിളക്ക് തെളിയിക്കുമല്ലോ, അതിനകത്ത് എള്ളെണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ച് തെളിയിക്കുക. 5 തിരി തന്നെ ഇടണം. വൈകുന്ന പാട് എന്നിട്ട് സന്ധ്യാനേരം അതിൻ്റെ മുന്നിൽ നിന്ന് ക്ലീം ശിവായ നമാന്ന് വാഗുകൊണ്ട് 3 തവണയോ അല്ലെ 1 മിനിറ്റോ ഉച്ചരിക്കുക. 3 തവണയാണെങ്കിലും ജപിച്ചാൽ മതി.
എന്നിട്ട് വടക്കോട്ട് നോക്കി നിന്നും വിളക്കിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച ശേഷം വടക്കോട്ട് നോക്കി നിന്നും ക്ലീം ശിവായ നമ എന്ന് വാ കൊണ്ട് ഉച്ചരിക്കണം. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ക്ലീം ശിവായ നമ എന്ന മന്ത്രം ജപിക്കാം. ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയുണ്ട്, അത്ഭുതകരമായ ശക്തിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശക്തിയുള്ള ഒരു മന്ത്രമാണിത്. ഈ മന്ത്രത്തിന്റെ ശക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് നമശിവായ എന്ന പഞ്ചാക്ഷരം, ഈ പഞ്ചാക്ഷരത്തിന്റെ രഹസ്യം, ന എന്ന അക്ഷരത്തിനുള്ളിൽ പ്രപഞ്ചത്തിലെ ശിവന്റെ ശക്തി അടങ്ങിയിരിക്കുന്നു. മാ എന്ന അക്ഷരത്തിനുള്ളിൽ നമ്മളുടെ ആണവ മലങ്ങൾ എന്ന് വെച്ചാൽ അഹങ്കാരം, വെറുപ്പ്, അസൂയ, ഇങ്ങനെയുള്ള നമ്മളുടെ ആണവ മലങ്ങൾ, ആ ദുർവികാരങ്ങൾ, അതെല്ലാം മാ എന്ന ഒരു ആണവ മലങ്ങളെ ഇല്ലാതാക്കുന്നതാണ് മാ. ശി എന്ന് വെച്ചാൽ ശിവൻ, വാ എന്ന് വെച്ചാൽ ശക്തി, യ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ് തന്നെയാണ്. നമശിവായയുടെ രഹസ്യമാണ് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ നിങ്ങൾ നമശിവായ ജപിച്ചു നോക്കിയേ, നിങ്ങൾക്ക് ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ നമശിവായ എന്നുള്ളത് സ്ഥൂല പഞ്ചാക്ഷരമാണ്. ഇപ്പം സ്ഥൂല പഞ്ചാക്ഷരവും സൂക്ഷ്മ പഞ്ചാക്ഷരവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. ശിവായ നമ എന്നുള്ളത് സൂക്ഷ്മ പഞ്ചാക്ഷരമാണ്. സ്ഥൂല പഞ്ചാക്ഷരം നമശിവായ നമ്മുടെ ലൗകികമായ ആഗ്രഹങ്ങൾ സാധിക്കാൻ, ഭൂമി, വീട്, സമ്പത്ത്, പദവി, എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുന്നതാണ് നമശിവായ എന്ന പഞ്ചാക്ഷരം, സ്ഥൂല പഞ്ചാക്ഷരം. ശിവായ നമ എന്ന് പറയുമ്പോൾ ഈ നമശിവായ തന്നെ തിരിച്ചിടുന്നതാണ്. ശിവായ നമ എന്ന് പറയുന്നത് സൂക്ഷ്മ പഞ്ചാക്ഷരമാണ്. നമുക്ക് ലൗകികമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം, ലൗകികമായ അനുഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ ഭൂമി, വീട്, സ്വത്ത്, ഇതൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം ഭഗവാന്റെ അനുഗ്രഹവും ആത്മീയമായ അനുഗ്രഹങ്ങളും മോക്ഷവും ഉണ്ടായി വരും. ലൗകിക അനുഗ്രഹങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളും രണ്ടും നൽകുന്ന മന്ത്രമാണ് ശിവായ നമ, സൂക്ഷ്മ പഞ്ചാക്ഷരം. സൂക്ഷ്മമായ പഞ്ചാക്ഷരം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. നിങ്ങളുടെ ലൗകികമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൗകിക സുഖങ്ങൾ എല്ലാം കിട്ടും, സമ്പത്തും ഭൂമിയും ഒക്കെ. അതോടൊപ്പം ആത്മീയമായ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ലൗകികവും ആത്മീയവുമായ രണ്ട് തരത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകുന്നതാണ് ശിവായ നമ. അത് സൂക്ഷ്മ പഞ്ചാക്ഷരമാണ്. അതിനെ മോഹന മന്ത്രം എന്നും വിളിക്കുന്നു. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ക്ലീം ശിവായ നമ എന്നാ പറഞ്ഞത്, മനസ്സിലായോ? ക്ലീം ശിവായ നമ. ഭഗവാന്റെ സർവ്വ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇന്നു മുതൽ വൈകുന്നപാട് നിലവിളക്ക് 5 തിരിയിട്ട് നെയ്യൊഴിച്ച് വീട്ടിൽ കത്തിച്ച് അതിന്റെ മുന്നേ നിന്ന് ക്ലീം ശിവായ നമാന്ന് 3 തവണയോ അല്ലെങ്കിൽ 1 മിനിറ്റോ വാങ്ങുകൊണ്ട് നിങ്ങളുടെ സൗകര്യം പോലെ ജപിക്കുക. എന്നിട്ട് വടക്കോട്ട് തിരിഞ്ഞൊന്നും ജപിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. ഇനി ഇത് വൈകിട്ട് ചെയ്യാൻ പറ്റാത്തത് രാവിലെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ശിവനെ വൈകുന്നപാട് സന്ധ്യാനേരം വിളിച്ചാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ശിവരാത്രി വരെ ചെയ്യണം, ആ ശിവരാത്രിയുടെ അന്നും കൂടെ ചെയ്യണം. പിന്നെ നിങ്ങൾ സാധാരണ പോലെ നെയ്യ് ഒഴിക്കാതെ തന്നെ എള്ളെണ്ണ ഒഴിച്ച് കത്തിച്ചാൽ മതി. ഈ മന്ത്രം ജപിക്കുക. പിന്നെ തിങ്കളാഴ്ചകൾ മാത്രം നെയ്യ് ഒഴിച്ച് കത്തിക്കുക, രാവിലെയും വൈകിട്ടും കത്തിക്കുക, അല്ലെങ്കിൽ വൈകിട്ട് മാത്രം കത്തിക്കുക. എന്നിട്ട് ഈ മന്ത്രം ജപിക്കുക. തിങ്കളാഴ്ചകൾ മാത്രം, ശിവരാത്രി കഴിഞ്ഞാലും എള്ളെണ്ണ ഒഴിച്ച് കത്തിച്ചാൽ മതി. ഇനിയും ശിവരാത്രിക്ക് എന്താണ് ഇത്ര പ്രത്യേകത? ശിവൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണെന്ന് പറഞ്ഞു. അപ്പൊ ശിവരാത്രിയുടെ അന്ന് നമ്മൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഭഗവാന് സമ്പത്തുണ്ടാകാൻ വേണ്ടി ഏറ്റവും ചെയ്യേണ്ടത് കൂവളത്തിലെ അർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, പിൻവിളക്ക്, ഇതാണ് ചെയ്യേണ്ടത്. ഇത് ശിവരാത്രിയുടെ അന്ന് രാവിലെ ചെയ്യാം, അല്ലെ വൈകിട്ട് സന്ധ്യയ്ക്ക് പോയി ചെയ്യാം. പിന്നെ ഭഗവാൻ ഇഷ്ടമുള്ള വഴിപാടുകളൊക്കെ ചെയ്യാം. അതായത് പാൽപ്പായസം, വെള്ള നിവേദ്യം, പിന്നെ കൂവളത്തും മാല, പിന്നെ പായസ നിവേദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത്, ജലധാര, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ജലധാര. ജലധാരയും കൂടെ ശിവരാത്രിയുടെ അന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അപ്പൊ ഈ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യാം. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാകുന്നത് കൂവളത്തിലെ അർച്ചന, നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പിൻവിളക്ക്, കൂവളത്തിലെ അർച്ചന, ഭാഗ്യസൂക്ത അർച്ചന സെപ്പറേറ്റ് ആയിട്ട്. കൂവളത്തിലോണ്ട് ഭാഗ്യസൂക്ത അർച്ചനയല്ല, കൂവളത്തിലെ അർച്ചനയും ഭാഗ്യസൂക്ത അർച്ചനയും, നെയ്വിളക്ക്, അതുപോലെ പിൻവിളക്ക്, പിന്നെ ജലധാര. ജലധാര നിങ്ങളെ സൗകര്യം പോലെ ചെയ്യുക. ഇത്രയെങ്കിലും ചെയ്യുക. കൂവളത്തിലെ അർച്ചനയും പിൻവിളക്കും നെയ്വിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും സാമ്പത്തികത്തിന് വേണ്ടി ഭഗവാന് ചെയ്യുക. ഇത് ശിവരാത്രിയുടെ അന്ന് സന്ധ്യയ്ക്ക് ചെയ്യുന്ന നല്ലതാണ്, അല്ലെ രാവിലെ ചെയ്യുന്ന നല്ലതാണ്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ
ഞാൻ ഈ പറഞ്ഞ പോലെ വെള്ള നിവേദ്യമോ കുവളത്തുമാലയോ ജലധാരയോ ഒക്കെ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അപ്പൊ ശിവരാത്രിയുടെ പ്രത്യേകത എന്താണ്? ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈ പരശുരാമനും ശ്രീരാമനും എല്ലാം ശിവപൂജ ചെയ്തിട്ടുണ്ട്. പരശുരാമൻ എന്ന് പറഞ്ഞ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അദ്ദേഹവും ശിവപൂജ ചെയ്തിട്ടുണ്ടെന്ന് അറിയുക. ശ്രീരാമനും ശിവപൂജ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ദേവതകളും ശിവനെ ഭജിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭഗവാനെ ദേവന്മാരുടെ ദേവൻ, മഹാദേവൻ എന്ന് പറയുന്നത്. അപ്പം ഭഗവാന്റെ ശിവക്ഷേത്ര ദർശനം നിങ്ങൾ ശരിയായിട്ട് ചെയ്താൽ തന്നെയും നിങ്ങളുടെ എല്ലാ പാപങ്ങളും മാറിക്കിട്ടും, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഭഗവാനാണ് കുബേരനും മഹാലക്ഷ്മിക്കും സമ്പത്ത് നൽകിയതും ശിവഭഗവാൻ തന്നെയാണ്. ഭഗവാനെ വിളിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തികം മാറും, നിങ്ങളുടെ പാപകർമ്മങ്ങൾ ഇല്ലാതാകും എന്ന് വേണ്ട, നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ ദുരിതങ്ങളും മാറി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് തന്നെയാണ്. അപ്പോൾ കൂവളത്ത് ഇല 3 ഇതളോടുകൂടി സമർപ്പിച്ചാൽ തന്നെ 3 ജന്മങ്ങളിലെ പാപങ്ങൾ തീരും. ഭഗവാനെ എന്ന് വിളിച്ച് നമഃശിവായ ജപിച്ച് സമർപ്പിക്കുക. പിന്നെ ക്ഷേത്രത്തിൽ ക്ലീം ശിവായ നമ ജപിച്ച് വഴിപാട് സമർപ്പിക്കുക. ഭഗവാൻ നിങ്ങളിലേക്ക് ഓടി വരും, സംശയം വേണ്ട. ഇത് രഹസ്യവിദ്യയാണ്. ക്ലീം ശിവായ നമ, ആ മന്ത്രത്തിന് ഒരുപാട് ശക്തിയുണ്ട്. ശിവരാത്രി കഴിഞ്ഞും നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും വാഗുകൊണ്ട് ജപിക്കാം, വിളക്കിന്റെ മുന്നിൽ നിന്ന് വാഗുകൊണ്ട് ജപിക്കാം. അതുപോലെ തന്നെ മനസ്സിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ക്ലീം ശിവായ നമ ജപിച്ചോളൂ. ഭഗവാൻ എല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്നുള്ളതാണ്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്. അപ്പം ഭഗവാനെ പെട്ടെന്ന് ഫലം തരും. അതുകൊണ്ടാണ് ഭഗവാനെ ഭോലേനാഥൻ എന്നറിയപ്പെടുന്നത്. പെട്ടെന്ന് ഫലം തരുന്നതുകൊണ്ടാണ് ഭോലേനാഥൻ. പെട്ടെന്ന് പ്രസാദിക്കും. ഭഗവാന് ശുദ്ധി അശുദ്ധിയും ഒന്നുമില്ല, എല്ലാത്തിനും അപ്പുറത്ത് നിൽക്കുന്നതാണ് ഭഗവാൻ. നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. മനസ്സിൽ കളങ്കമില്ലാതെ, മനസ്സിൽ ഇപ്പൊ ശിവരാത്രിക്ക് വ്രതമെടുക്കുന്നതാണെങ്കിലും നമ്മൾ തലേദിവസം തൊട്ടേ ശിവരാത്രി ഫെബ്രുവരി 15, 2026 ഞായറാഴ്ചയാണ്. ഈ ഫെബ്രുവരി 15-ാം തീയതി 2026 ശിവരാത്രിക്ക് തലേദിവസം മുതൽ വൈകുന്നപാട് മുതൽ വ്രതമെടുക്കുക. വൈകിട്ട് അരിയല്ലാത്ത ചപ്പാത്തിയോ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കുക, വെള്ളം കുടിക്കുക. പിന്നെ രാവിലെ ഞാൻ ഉപവാസം എടുക്കാൻ അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ എടുക്കുക. ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ചെയ്യുക. പറ്റുന്നവർ ഒരിക്കലെങ്കിലും എടുക്കുക. ഇനി അതും പറ്റാത്തവർ, ഇപ്പം മരുന്നൊന്നും കഴിക്കുന്നവർ വ്രതം എടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അവർ ഭഗവാനെ വിളിച്ചാൽ മതി മനസ്സുകൊണ്ട്. ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അവരവർക്ക് ഇഷ്ടമുള്ള വ്രതം എടുക്കുക. ഇനി ഒരിക്കലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ തലേദിവസം മുതലേ തുടങ്ങുക. തലേദിവസം വൈകിട്ട് അരി ചേർന്ന ആഹാരം കഴിക്കരുത്. നിങ്ങൾ ചപ്പാത്തി, ഫ്രൂട്ട്സ്, പഴവർഗ്ഗങ്ങൾ, വെള്ളം ഇതൊക്കെ കുടിക്കുക. ചപ്പാത്തിയോ ഫ്രൂട്ട്സോ പിന്നെ വെള്ളം കുടിക്കുക. ശിവരാത്രി അന്ന് രാവിലെ വെളുപ്പിനെ എഴുന്നേൽക്കണം. ശിവക്ഷേത്ര ദർശനം നടത്തണം. ശിവരാത്രിയുടെ അന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് ശിവമന്ത്രങ്ങൾ ജപിക്കുക. ലിംഗാഷ്ടകം, സഹസ്രനാമം നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ഒന്നും പറ്റിയില്ലെങ്കിലും ക്ലീം ശിവായ നമ ജപിക്കുക, നമഃശിവായ ജപിക്കുക. ഇങ്ങനെയുള്ള ശിവമന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ തന്നെ, ശിവരാത്രിയുടെ അന്ന് ജപിച്ചാൽ തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായിട്ട് ജപിക്കണം. വീട്ടിൽ ഇരുന്നുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ക്ഷേത്രത്തിൽ പോകണം. അങ്ങനെ ചെയ്താൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകും. ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യാം. വൈകുന്നപാട് പോയി ഞാനീ പറഞ്ഞ കുവളത്തിലാർച്ചന, നെയ്വിളക്ക്, പിൻവിളക്ക്, പിന്നെ കുവളത്തിലാർച്ചനയും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും നെയ്വിളക്കും പിൻവിളക്കും വൈകുന്നപാട് ചെയ്യുന്നത് നല്ലതാണ്. അല്ല രാവിലെ ആണെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യാം. വൈകിട്ട് 12 മണിക്ക് ശേഷമുള്ള ശിവരാത്രി പൂജ കണ്ടു തൊഴാൻ പറ്റുന്നവർ തൊഴുക. ഇല്ലാത്തവർ വീട്ടിൽ ഇരുന്നാണെങ്കിലും ഭഗവാനെ ഭജിക്കുക. പിറ്റേ ദിവസം രാവിലെയും കൂടെ ക്ഷേത്രദർശനം ചെയ്ത് നിങ്ങൾ ഭഗവാനിൽ പ്രാർത്ഥനയോടുകൂടി ആ വ്രതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. വ്രതം എടുക്കുന്നവർ അല്ലാത്തവർ വീട്ടിൽ ഇരുന്ന് ഭജിച്ചാലും മതി. ഇനി ശിവരാത്രി ദിവസങ്ങളിൽ നിങ്ങൾ ഭഗവാനെ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാനെ ലയിച്ചിരിക്കണം. ശിവരാത്രിയുടെ അന്നും തലേന്നും ശിവരാത്രി കഴിഞ്ഞ് വരുന്ന ദിവസവും മറ്റുള്ളവരെ കളിയാക്കുക, പൊങ്ങച്ചം പറയുക, മോശം ചിന്തകൾ ചിന്തിക്കാതിരിക്കുക, ഉച്ചയുറക്കം പാടില്ല, സാത്വിക ഭക്ഷണം കഴിക്കുക. ഏറ്റവും പ്രധാനം മനസ്സ് ശുദ്ധമായിരിക്കുക എന്നുള്ളതാണ്. പാർവ്വതീദേവിയും വിളിക്കണം. പാർവ്വതീദേവിയാണ് ആദ്യം വിളിക്കേണ്ടത്. ദേവിയിലാണ് എല്ലാം ഇരിക്കുന്നത്. അമ്മ പാർവതി മാതാവ്, ആദിപരാശക്തി, ദിവ്യമാതാവിന് കോടി കോടി പ്രണാമം, മഹത്വം എന്ന് പറഞ്ഞിട്ട് വേണം ക്ലീം ശിവായ നമ ആയിക്കോട്ടെ, നമശിവായ ആയിക്കോട്ടെ, ശിവഭഗവാനെ വിളിക്കുക. അതാണ് ഫലം ഉണ്ടാകുന്നത്. എല്ലാം ദേവി എന്നാണ് തുടങ്ങുന്നത്. അതെപ്പോഴും അറിയുക. ശിവക്ഷേത്രത്തിൽ എന്ത് ചെയ്താലും നമുക്ക് ഫലം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിൻവിളക്കൂടെ ചെയ്യണം.
അപ്പോഴാണ് ശിവക്ഷേത്രത്തിൽ എന്ത് ചെയ്താലും മാറ്റമുണ്ടാകുന്നത്. ശിവൻ ഏറ്റവും പ്രിയങ്കരമാണ് തുമ്പപ്പൂ ഇലയില്ലാതെ സമർപ്പിച്ച് വൈകുന്നപാട് സമർപ്പിച്ച് ഒരു തൂശനിലേക്ക് അത് അല്പം മതി വെച്ചു കഴിഞ്ഞാൽ എന്താഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും എന്നുള്ളതാണ്. തുമ്പപ്പൂ ഏതാഗ്രഹവും സാധിച്ചു തരും, ഏത് പരിഹാരത്തിന് വേണ്ടി ചെയ്യാം, അത്ഭുതകരമായ കാര്യമാണ്. അപ്പം ഭഗവാന് നെയ്യ് സമർപ്പിച്ചാൽ അല്ലെങ്കിൽ നെയ്വിളക്ക് സമർപ്പിച്ചാൽ സാമ്പത്തികം തന്നെയാണ് ഫലം കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ കൂവളത്തിലർച്ചനയും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും നെയ്വിളക്കും പിൻവിളക്കൂടെ ചെയ്ത വിശേഷ ഫലമാണ്. അത് നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും ചെയ്യാം. ശിവരാത്രിയുടെ എന്ന് ചെയ്യുന്നതിന് വിശേഷ ഫലമാണ്. പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള പ്രാർത്ഥന, ഈ ശിവരാത്രി കഴിഞ്ഞാലും തിങ്കളാഴ്ചകളിൽ നെയ്യ് ഒഴിച്ച് വൈകുന്നപാട് വിളക്ക് തെളിയിച്ച് ആദ്യം പാർവതിദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ക്ലീം ശിവായ നമ ജപിച്ചാൽ ഭഗവാന്റെ സർവ്വ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് ഉണ്ടായി വരും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി വരും എന്ന് തന്നെയാണ്. അതിൻ്റെ അകത്ത് യാതൊരു മാറ്റവും വേണ്ട. അപ്പം പഞ്ചാക്ഷര മന്ത്രത്തിന്റെ ചില രഹസ്യങ്ങൾ ഞാൻ ഇനിയും പറഞ്ഞുതരാം. അതായത് നമശിവായ നിങ്ങൾക്ക് മനസ്സിലായി, ഇനിയും പറയാൻ പോകുന്നത് നമശിവായ ശിവായ നമ ഇത്രയും മനസ്സിലായി. പഞ്ചാക്ഷര മന്ത്രത്തിന്റെ രഹസ്യങ്ങൾ പറയാൻ പോവാണ്. നമശിവായ നിങ്ങൾക്ക് മനസ്സിലായി. നാ എന്താണ്, മാ എന്താണ്, അത് ഭൂമി, ജലം, ഇങ്ങനെ പഞ്ചഭൂതങ്ങളുടെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുള്ള, ഞാൻ അതല്ല പറയുന്നത്. നമശിവായക്കുള്ളിൽ സിദ്ധന്മാര് പറയുന്ന രഹസ്യമാണ്. അപ്പം നാ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ശിവൻ, പ്രപഞ്ചശക്തിയായ ശിവൻ. മാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആണവ മലങ്ങൾ, അഹങ്കാരം, വെറുപ്പ്, അസൂയ, ഇതൊക്കെ മാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശിവൻ. വാ എന്ന് പറഞ്ഞാൽ ശക്തി, യാ നിങ്ങളുടെ ആത്മാവ്. അപ്പൊ ഇത് നമശിവായ ഇങ്ങനെ അറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ലൗകികമായ സമ്പത്ത് ഐശ്വര്യം മാത്രമല്ല, സത്യമായ പരമജ്ഞാനവും പരമവിദ്യയും മോക്ഷവും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അങ്ങനെ കൊണ്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇനിയും നമശിവായെ കുറിച്ച് പറഞ്ഞു, ശിവായ നമ പറഞ്ഞു. നമശിവായ സ്ഥൂല പഞ്ചാക്ഷരം, ശിവായ നമ സൂക്ഷ്മ പഞ്ചാക്ഷരം. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി, സ്ഥൂലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഫാന് അത് സ്ഥൂലം, നമുക്ക് പിടിക്കുകയൊക്കെ ചെയ്യാം. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ കാറ്റ്, അത് ഊർജ്ജമാണ് എന്ന് പറഞ്ഞാൽ. നമശിവായ എന്ന് വെച്ചാൽ സ്ഥൂല പഞ്ചാക്ഷരമാണ്, നമ്മളുടെ ഭൂമിയിലെ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത്. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ മാത്രമല്ല, നമ്മുടെ ആത്മീയ എനർജി തലത്തിലുള്ള അനുഗ്രഹവും കിട്ടും. അപ്പം നമശിവായ സ്ഥൂല പഞ്ചാക്ഷരം, ശിവായ നമ സൂക്ഷ്മ പഞ്ചാക്ഷരം, ശിവായ ശിവ മഹാസൂക്ഷ്മ പഞ്ചാക്ഷരം, അല്ലെങ്കിൽ അതിസൂക്ഷ്മ പഞ്ചാക്ഷരം എന്ന് പറയും. ശിവായ ശിവ അതിസൂക്ഷ്മമാണ്, വീണ്ടും സൂക്ഷ്മത്തിലേക്ക് കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് പോവുകയാണ്. ശിവശിവ എന്ന് വെച്ചാൽ കാരണ പഞ്ചാക്ഷരം, നമ്മളുടെ ജന്മത്തിന് കാരണമായ നമ്മുടെ കർമ്മമാണ് നമ്മുടെ ജന്മത്തിന് കാരണം. അതിന്റെ വേറെ ഇറക്കാൻ ശിവശിവ എന്ന് ജപിച്ചാൽ മതി. ശിവശിവ എന്ന് ഇങ്ങനെ അത് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ വാഗൊണ്ട് ജപിച്ചാൽ മതി. ശിവശിവ 2 തവണ വീതം ജപിക്കണം. ശിവശിവ ശിവശിവ ഇങ്ങനെ ജപിച്ചാൽ തന്നെ നമ്മുടെ ഈ ജന്മത്തിലെ പാപങ്ങൾ തീരും, മുൻജന്മത്തിലെ പാപങ്ങൾ തീരും, ഇനിയും പാപങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാകത്തില്ല എന്ന് മാത്രമല്ല, ശിവഗതി അടയുകയും ചെയ്യും. ശിവശിവ എങ്കിലർ തീവിണയാളർ, ശിവശിവ എൻറിടാ തീവിണേ മാലും, ശിവശിവ എന്ന ശിവഗതി ഇതാണ്. ഇന്ന് ശിവശിവ എങ്കിലർ തീവിണയാളർ, ശിവശിവ എൻറിടാ തീവിണേ മാലും, ശിവശിവ എൻറിടാ തേവരുമാവർ, ശിവശിവ എന്ന ശിവഗതി താനെ. തീ എന്ന് വെച്ച പാപം, ഈ ജന്മത്തിലെ പാപം മാറും, മുൻജന്മത്തിലെ പാപം മാറും, ഈ ജന്മത്തിൽ പാപങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാകത്തില്ല, മാത്രമല്ല ശിവഗതിയെ അടയുകയും ചെയ്യും. ശിവശിവ എന്ന ഈ രണ്ടക്ഷരം ചേർന്ന ശിവശിവ എന്ന് 2 തവണ ജപിക്കണം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും. ശിവ 3 ജപിക്കുന്ന സന്യാസിമാരാ. നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്ന ഒരു 2 തവണ ജപിച്ചാൽ മതി, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടും. ഭഗവാന്റെ അനുഗ്രഹവും കിട്ടും, എല്ലാം കിട്ടും, മോക്ഷവും കിട്ടും, ലൗകികമായ സമ്പത്ത്, ഐശ്വര്യം, സുഖം എല്ലാം കിട്ടും. ശിവ എന്ന് ജപിച്ചോളുക. അത് കാരണ പഞ്ചാക്ഷരം. ശി എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാകാരണ പഞ്ചാക്ഷരം. അത് ഹയർ ലെവലിലുള്ളവർ ജപിക്കുന്നതാണ്. അപ്പം നമശിവായ സ്ഥൂല പഞ്ചാക്ഷരം, ശിവായ നമ സൂക്ഷ്മ പഞ്ചാക്ഷരം, ശിവായ ശിവ അതിസൂക്ഷ്മ പഞ്ചാക്ഷരം, ശിവശിവ കാരണ പഞ്ചാക്ഷരം, മഹാകാരണ പഞ്ചാക്ഷരം. ഈ ശിവരാത്രിയുടെ ഈ അടുത്തു വരുന്ന വേളയിൽ നിങ്ങൾ ഇതാണ് അറിയേണ്ടത്. ശിവനെ നിങ്ങൾ ഇങ്ങനെയാണ് അറിയേണ്ടത്, ഇതിനപ്പുറത്തൊരു അറിവില്ല. ഇത് മോക്ഷദായകമാണ്. മാത്രമല്ല ലൗകികമായ എല്ലാ സമ്പത്തും ഐശ്വര്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ആ പരമമായ സത്യത്തെ അറിയുന്ന മോക്ഷദായകമാണ് ഈ അറിവ്. ഇതാണ് അറിയേണ്ടത്. അപ്പം
ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോവുക. തീർച്ചയായിട്ടും പറ്റുന്നവരെ ഞാൻ കുറച്ച് ശിവക്ഷേത്രങ്ങളുടെ പേര് പറയാം. അവിടെ സാധിക്കുന്നവർ പോവുക. എനിക്ക് തോന്നിയോണ്ട് ഞാനങ്ങ് പറയുകയാണ്. അവിടെ ചില പ്രത്യേകതകളുണ്ട്. അല്ലെ ആ ക്ഷേത്രത്തിന് അടുത്തുള്ളവരെങ്കിലും അവിടെ പോവുക. ശിവരാത്രി ദിവസമോ ശിവരാത്രിയുടെ തലേന്നോ ശിവരാത്രിയുടെ അന്നോ ശിവരാത്രിയുടെ തലേന്നോ അല്ലെ ഇന്ന് മുതൽ ശിവരാത്രി വരെയുള്ള ഏതെങ്കിലും ദിവസമോ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പറ്റുന്നവരെ അല്ലെ ക്ഷേത്രത്തിന് അടുത്തുള്ളവരാണെങ്കിൽ ദർശനം നടത്തുക. തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം, ഇത് തിരുവല്ലയിൽ ശ്രീവല്ലഭ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്. അത് ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം. എന്താണ് തുകലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രത്യേകത? അത് കൈലാസം തന്നെയാണ്. അത് ഏറ്റവും വലിപ്പമുള്ള ശിവലിംഗം. അവിടെ ഒരു റൂമിന്റെ അത്രയും വലിപ്പമുണ്ട്. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് എൻ്റെ ഭഗവാൻ കാണിച്ചു തന്ന ആ ജ്ഞാനമാണ് ഞാൻ പറഞ്ഞിരുന്നത്. അവിടെ ചെന്നാൽ കൈലാസത്തിൽ ചെല്ലുന്ന പോലെ തന്നെ. പറ്റുന്നവർ പോവുക. അല്ലെ ക്ഷേത്രത്തിന് അടുത്തുള്ളവരും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. പോവുക. ഇന്നു മുതൽ ശിവരാത്രിയുടെ അന്ന് വരെയുള്ള അല്ലെ ശിവരാത്രിയുടെ കൂട്ടി വരുന്ന അത്രയും ദിവസത്തിൽ ഏതെങ്കിലും ദിവസം പോവുക. പറ്റുവാണെങ്കിൽ ശിവരാത്രിക്ക് പോവുക, അല്ലെ ഏതെങ്കിലും ദിവസം പറ്റുന്നവർ പോവുക. പിന്നെ വടക്കുംനാഥ ക്ഷേത്രം. വടക്കുംനാഥൻ ഭഗവാനെ കുറിച്ച് പറയാൻ എനിക്ക് 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 എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. സാക്ഷാൽ വടക്കുംനാഥൻ. വടക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നതന്നെ മോക്ഷദായകമാണ്. നമ്മുടെ എല്ലാ പാപങ്ങളും തീരും. മനസ്സിലായോ? താപത്രയങ്ങളില്ലാതാവും. വടക്കുംനാഥൻ തൃശ്ശൂർ, അതെല്ലാവർക്കും അറിയാം. ഏറ്റുമാനൂരപ്പൻ, അതും എല്ലാവർക്കും അറിയാം. അതും കൈലാസം തന്നെയാണ്. ഏറ്റുമാനൂരപ്പൻ അപ്പനെ കുറിച്ച് പറയാനും എനിക്ക് വാക്കുകളില്ല. പറയുന്നതിന് അപ്പുറത്താണ് അപ്പൻ, ഏറ്റുമാനൂരപ്പൻ. തിരുനക്കര മഹാദേവൻ, എനിക്ക് ശിവബോധം ഉണ്ടായ ഒരു സ്ഥലമാണ് തിരുനക്കര. ഓച്ചിറ മഹാദേവ ക്ഷേത്രം. ഓച്ചിറയെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പരബ്രഹ്മം അവിടെ ഇരുന്നും ഭഗവാനെ ഞാൻ ധ്യാനിച്ചിട്ടുണ്ട്. എനിക്ക് ആ ഭഗവാന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ മമ്മിയൂര്, ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതിട്ട് മമ്മിയൂര് ഭഗവാനെ കൂടെ കാണണം. ഭഗവാനെ അമ്മയും കണ്ടു തൊഴണം. പിന്നെ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരത്തപ്പ, കോടി മഹത്വം പ്രണാമം. ഭഗവാനെ പോയി കണ്ടു തൊഴുതാൽ അത്ഭുത ശക്തി ഉണ്ട് ഇവിടെ. എല്ലാ ശിവക്ഷേത്രങ്ങളും ശക്തിയുള്ള, എങ്കിലും എൻ്റെ മനസ്സിൽ ഭഗവാൻ കാണിച്ചു തരുന്ന ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്. വയനാട് മാനന്തവാടിക്കടുത്ത് തൃശ്ശിലശ്ശേരി മഹാദേവ ക്ഷേത്രം, അത്ഭുത ശക്തിയുള്ള ക്ഷേത്രമാണ്. പിന്നെ ഇപ്പം ചങ്ങനാശ്ശേരിക്കും നാലുകോടിക്കും ഇടയിൽ ആരമല ശിവക്ഷേത്രം. അതുപോലെ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ നാലുകോടിക്കും പുത്തൻകാവിലുമേ തൊഴുത ശേഷം തൊട്ടടുത്ത് തന്നെ തേവരനട മഹാദേവ ക്ഷേത്രം. തേവരനട മഹാദേവ ക്ഷേത്രത്തിന് ശിവനും പാർവതിയും ഉണ്ട്. അത്ഭുത ശക്തിയുള്ള ക്ഷേത്രമാണ്. പിന്നെ തിരുമല ഉമാ മഹാദേവ ക്ഷേത്രം, അത് പെരുന്ന NSS കോളേജിന് അവിടെ ചെന്നിട്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. തിരുമല ഉമാ മഹേശ്വര ക്ഷേത്രം. ഞാൻ അവിടെ തൊഴുത് എനിക്ക് ആ അനുഭൂതി കിട്ടിയതുള്ളതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ ചെങ്ങന്നൂരപ്പനും ചെങ്ങന്നൂരമ്മയും പറയേണ്ട കാര്യമില്ല. ഞാൻ ആദ്യമായിട്ട് മന്ത്രങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ചെങ്ങന്നൂരപ്പൻ്റെ നടയിൽ ഇരുന്ന് അപ്പനെയും അമ്മയും തൊഴുതിട്ടാണ് പോയത്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. വൈക്കത്തപ്പൻ അന്നദാന പ്രഭുവാണ്. വൈക്കം മഹാദേവ ക്ഷേത്രം. ഭഗവാനെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. ഇതൊക്കെയാണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ അല്ലെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞത്. പക്ഷെ എല്ലാ ക്ഷേത്രങ്ങളും ശക്തിയുള്ളത് തന്നെയാണ്. നിങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ പോയാൽ മതി. അടുത്തുള്ള ക്ഷേത്രത്തിൽ എന്തായാലും പോകണം കേട്ടോ. പറ്റുന്നെങ്കിൽ ഇതുപോലെ വിശേഷപ്പെട്ട ചില ക്ഷേത്രങ്ങളിലൂടെ ദർശനം നടത്തിയാൽ പറ്റുന്നവര് അടുത്തുള്ളവർ, ഈ ക്ഷേത്രത്തിനൊക്കെ അടുത്തുള്ളവരാണെങ്കിലും മതി. എന്തായാലും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോകണം കേട്ടോ, നിർബന്ധമായിട്ട്. ദൂരെയുള്ള ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ കൂടെ ദർശനം നടത്തിയാൽ മഹാപുണ്യം. അപ്പം എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അറിവും അറിവില്ലായ്മയും ഭഗവാൻ തന്നെയാണ്. ഞാൻ ഭഗവാനെ എന്നുള്ള ആ ചിന്തയിൽ മാത്രം ഇത്രയും പറഞ്ഞത്. അപ്പം എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. യാതൊന്നുമില്ല എൻ്റെ മനസ്സിൽ ഇപ്പോൾ. എല്ലാവർക്കും ഭഗവാനെ അറിയണം, അമ്മ പാർവതിയെ അറിയണം എന്നൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. എല്ലാവരും ഭഗവാനെ അറിയണം, അമ്മയെ അറിയണം. ഞാൻ ശിവന്റെ അമ്മ പാർവതിയുടെ തൃപ്പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമ ശിവായ. ശിവായ നമ. ശിവായ ശിവ. ശിവ ശിവ.
ഇതെല്ലാം ഇത് ഒരെണ്ണം ജപിച്ചാൽ മതി. ശിവശിവ ജപിച്ചാൽ പോലും ഫലമാണ്. പിന്നെ ക്ലീം ശിവായ നമ്മ ജപിച്ചോണം. അത്ഭുത മന്ത്രമാണ് കേട്ടോ. ശിവൻ എന്ന് പറഞ്ഞാൽ കടലാണ്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ പറ്റുന്ന മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പൊ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പാർവതീവിയുടെ. ശിവശിവ.